കർണാടകയിലെ ഷിരൂരിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നു. രക്ഷാപ്രവർത്തനം 9 മണിവരെ തുടരാനാണ് തീരുമാനം. വലിയ ലൈറ്റുകൾ കൊണ്ടുവന്ന് കൂടുതൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പരിശോധന തുടരും. കാലാവസ്ഥ അനുകൂലമായാൽ രാത്രിയും പരിശോധന തുടരുമെന്ന് ദൗത്യസംഘം വ്യക്തമാക്കി. നിലവിൽ കനത്ത മഴയും നീരൊഴുക്കും രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. അർജുൻ്റെ ലോറി മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് സംശയം. മെറ്റൽ ഡിറ്റക്ടർ അടക്കം ഉപയോഗിച്ചാണ് പരിശോധന. ചൊവ്വാഴ്ചയാണ് ഷിരൂർ ദേശീയപാതയിൽ ശക്തമായ മണ്ണിടിച്ചിലുണ്ടായത്. വാർത്തയുടെ വിവരങ്ങളുമായി ദിസ്ന ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ദിസ്ന, നിലവിലെ സാഹചര്യത്തിൽ ഈ രക്ഷാപ്രവർത്തനം 9 മണിവരെ തുടരുമെന്നും അറിയിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ മണ്ണിനടിയിൽ പുതഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം, അതായത് അർജുൻ ഓടിച്ചിരുന്ന ലോറി എന്നെല്ലാമാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഇപ്പോൾ ഷിരൂരിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്നത്? ഐസൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ലഭ്യമായ വിവരം അനുസരിച്ച് 9 മണി വരെ രക്ഷാപ്രവർത്തനം തുടരുമെന്നൊരു വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. വലിയ ലൈറ്റുകൾ ഉപയോഗിച്ച് വലിയ രീതിയിൽ സജ്ജീകരിച്ചായിരിക്കാം രക്ഷാപ്രവർത്തനം നടത്തുക എന്നൊരു വിവരമാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ മഴ കനക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. മാത്രമല്ല, പുഴയൊക്കെ തന്നെയും കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാവുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. രാത്രിയായി വെളിച്ചത്തിന്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ലൈറ്റുകൾ ഉപയോഗിച്ച് വലിയൊരു രീതിയിലുള്ള സജ്ജീകരണമായിരിക്കും ഒരുക്കുക എന്ന കാര്യമാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ 9 മണിക്ക് ശേഷവും രക്ഷാപ്രവർത്തനം ഉണ്ടാവും എന്നൊരു വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. 9 മണിക്ക് ശേഷം രക്ഷാപ്രവർത്തനം നിർത്തരുത് എന്ന് തന്നെയാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. അവർ പറയുന്നത് ഈ രക്ഷാപ്രവർത്തനം വലിയ രീതിയിൽ സജീവമായി തന്നെ തുടരണം എന്നൊരു കാര്യമാണ് കുടുംബം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും രക്ഷാപ്രവർത്തനം 9 മണിക്ക് ശേഷവും തുടരാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും അർജുനെ കാത്ത് നാടും വീടും ഒക്കെ തന്നെയും വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അർജുൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. അതിന് മുന്നോടിയായി വലിയൊരു രീതിയിലുള്ള ആരോപണമൊക്കെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അർജുൻ്റെ വീട്ടുകാർ ഉന്നയിച്ചത് വലിയൊരു രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടന്നിരുന്നില്ല എന്നൊരു കാര്യമാണ് അവർ പറഞ്ഞിരുന്നത്. സൈന്യങ്ങളെയൊക്കെ ഉപയോഗിച്ച് ശക്തമായി വലിയ രീതിയിൽ രക്ഷാപ്രവർത്തനം തുടരണം എന്നൊരു ആവശ്യം തന്നെയാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇത്രയും ദിവസമായി 4 ദിവസമായി അർജുൻ മണ്ണിനടിയിൽ പെട്ടിട്ട് ലൊക്കേഷൻ അടക്കം വ്യക്തമായൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ലോറിയുടെ സിഗ്നൽ വരെ ലഭ്യമായൊരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രവുമല്ല, എൻജിൻ ഓണായി എന്നത് വരെ വളരെ വ്യക്തമായിരുന്നു. അത്യാധുനിക സൗകര്യത്തോടുള്ള ലോറിയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഒരു അപകടം ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന ശുഭപ്രതീക്ഷയോട് തന്നെയാണ് കുടുംബം നിൽക്കുന്നത്. ഈ കുടുംബത്തിന്റെ ഏറ്റവും വലിയ ആശ്രയമായിരുന്നു അർജുൻ. 19-ാം വയസ്സിൽ പെയിന്റിംഗ് പണിക്ക് ഇറങ്ങുകയും പിന്നീട് ലോറി ഡ്രൈവറായി മാറുകയുമായിരുന്നു. കുടുംബത്തിന്റെ ഏക ആശ്രയം, കുടുംബത്തിന്റെ വരുമാനമാർഗം. 2.5 കൊല്ലമായി അർജുന്റെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞു കുട്ടിയുമുണ്ട്. അപ്പോൾ വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബം നിൽക്കുന്നത്. അർജുൻ തിരിച്ചു വരുമെന്ന ശുഭപ്രതീക്ഷയിലാണുള്ളത്. എന്തായാലും 9 മണിക്ക് ശേഷവും കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ രക്ഷാപ്രവർത്തനം തുടരുമെന്ന വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ഐസൻ, ജിസ്ന, തീർച്ചയായും GPS-ലെ വിവരങ്ങൾ സംബന്ധിച്ച് ചില ഏറ്റവും അടുത്ത റിപ്പോർട്ടുകൾ എന്താണ്? ഈ അടുത്ത സമയങ്ങളിൽ കൂടി ഒരു തവണ കൂടി GPS സിഗ്നൽ ലഭിച്ചു എന്ന വിവരങ്ങളെല്ലാം തന്നെ വാർത്തയായി പുറത്തു വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്താണ് അതിൻ്റെ വിശദാംശങ്ങളെന്നൊന്ന് ചുരുക്കി പറയാമോ? തീർച്ചയായും മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് വരെ തിരച്ചിൽ നടത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. 8 JCB ആണ് ഇതിനായി ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൽ 4 JCB ഇരുവശത്തു കൂടി മണ്ണ് നീക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോഴും ലോറി ഉണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്ന പ്രദേശത്തേക്ക് ഇതുവരെ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കാരണം ഈ ലോറി ഉണ്ടെന്ന ലൊക്കേഷൻ കണ്ടെത്തിയ സ്ഥലത്തേക്ക് രക്ഷാപ്രവർത്തനത്തിനായി നീങ്ങുന്നുണ്ടെങ്കിൽ ഇതിന് മണ്ണിടിച്ചിൽ സാധ്യത കൂടുതലാണ് എന്നൊരു വിലയിരുത്തലിലാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ തന്നെയുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് ഇരുവശത്തുമുള്ള മണ്ണ് നീക്കം ചെയ്ത് മാത്രമേ ലോറി ഉണ്ടെന്ന് സ്ഥിരീകരിച്ച ഭാഗത്തേക്ക് പോകുവാൻ കഴിയുകയുള്ളൂ എന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം. അതിന് മുന്നോടിയായാണ് ഈ ഇരുവശത്തുമുള്ള മണ്ണ് നീക്കം ചെയ്യാനുള്ള പ്രവൃത്തി തുടങ്ങിയിരിക്കുന്നത്. അതിനുശേഷം മാത്രമാണ് ഈ ലോറി ഉണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്ന ഭാഗത്തേക്ക് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കൂ എന്നൊരു വിവരമാണ് നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. കൂടാതെ തന്നെ ഈ മഴ ശക്തമായി പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതൊക്കെ തന്നെയും ഈ രക്ഷാപ്രവർത്തനത്തിന്
രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാവാൻ സാധ്യതയുണ്ടെന്നൊരു വിലയിരുത്തലാണുള്ളത്. എന്തായാലും 9 മണി വരെയാണ് നിലവിൽ രക്ഷാപ്രവർത്തനം തുടരുമെന്നൊരു വിവരം നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ 9 മണിക്ക് ശേഷവും രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ തുടരുമെന്നൊരു വിവരമാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണവും ഇതാണ്. 9 മണിക്ക് ശേഷവും രക്ഷാപ്രവർത്തനം നടത്തണമെന്നൊരു ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഐസൺ. ശരി ജസ്ന.